ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ 2025 അവസാനിക്കാൻ പോവുകയാണല്ലേ. അപ്പോൾ ഈ ഒരു ഇയറിൽ നിങ്ങൾക്ക് തീരുമാനമെടുത്ത കാര്യങ്ങൾ, നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കണേ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച തൊട്ട് ഈ ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്തത് എനിക്ക് ഈ വീക്കിൽ എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹമുള്ളത് ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കും. അപ്പോൾ ഇതെല്ലാം ഒന്നും സക്സസ് ആയി നടക്കണമെന്നൊന്നുമില്ല. ചില കാര്യങ്ങൾ നമ്മൾ സാധിക്കാതെ വരും. പക്ഷേ എന്നാലും നമുക്കത് കാണുമ്പോൾ, ആ നോട്ട്സ് കാണുമ്പോൾ നമുക്ക് ഈ കറക്റ്റായിട്ട് അത് ഫോളോ അപ്പ് ചെയ്യാനായിട്ട് തോന്നും. അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് ഞാൻ ആദ്യത്തെ തന്നെ എഴുതി വെച്ചിരുന്നത് ജിമ്മിൽ കറക്റ്റായിട്ട് പോയി തുടങ്ങണമെന്നാണ്. അത് കഴിഞ്ഞ് എൻ്റെ ഡയറ്റ് കറക്റ്റായിട്ടൊന്ന് നോക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണെന്ന് എനിക്ക് തോന്നി. അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വ്ളോഗ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്, ഞാൻ ദോശമാവ് രാത്രിത്തേക്ക് വേണ്ടിയിട്ട് അരച്ച് മാറ്റി വെക്കുകയാണ്. അപ്പോഴേക്കും പച്ചരിയില്ല. അപ്പോൾ ഞാൻ പിന്നെ ഇടിയപ്പപ്പൊടി കൊണ്ട് ജസ്റ്റ് ചെയ്തു. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഒരു മീലായിട്ടുള്ള ഞാനിതാണ് കഴിക്കാറ്. ജിമ്മിൽ പോയിട്ട് തിരിച്ച് വന്നു കഴിയുമ്പോൾ കഴിക്കുന്ന ഫുഡ് ഐറ്റംസാണ്. ഒന്നുമില്ല, ഒന്ന് വയറ് ഫില്ലായിട്ടിരിക്കണം എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പോൾ വലിച്ച് വാരി നമ്മൾ കഴിക്കുന്ന ആ ഒരു ഇത് ഒന്ന് ഒഴിവാക്കണം. കുറച്ചൊരു നട്ട്സും കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ ഇട്ടിട്ട് ചെറിയൊരു കോൺഫ്ലെക്സൊക്കെ ഇട്ടിട്ടുള്ളൊരു ചെറിയ മീൽ. അപ്പോൾ അതങ്ങ് കഴിച്ചിട്ട് ഒന്ന് റിലാക്സ് ചെയ്തൊക്കെ ഇരുന്നിട്ട് പിന്നെ ഞാൻ കിച്ചണിൽ കയറിയിട്ട് ആദ്യം തന്നെ നമ്മുടെ മീൻകറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പൊന്ന് സെറ്റ് ചെയ്തേക്കാന്ന് കരുതിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ മീൻകറിക്ക് വേണ്ടിയിട്ട് അരച്ച് വെക്കുകയാണ്. അപ്പം മീൻകറി റെഡിയായി കഴിഞ്ഞാൽ പിന്നെ പകുതി പണിയല്ലേ ഉള്ളൂ. കുറച്ച് മീനെടുത്ത് വറുക്കണം, പിന്നെ അതുപോലെ എന്തെങ്കിലും ഒരു തോരനും കൂടെ വെക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഐറ്റംസ് ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അച്ചിങ്ങ പയർ തോരനും പിന്നെ മീൻ വറുത്തതും മീൻ കറിയും ഇതൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം പിന്നെ മീൻ വറുക്കാൻ വേണ്ടിയിട്ട് പുരട്ടിയും കൂടെ വെക്കുകയാണ്. അപ്പോൾ അത് നേരെ അങ്ങോട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒരു അരമണിക്കൂർ കൊണ്ട് പെട്ടെന്ന് തന്നെ മീനിലെ മസാലയൊക്കെ ഒന്ന് പിടിച്ച് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ പാച്ചൂസിന് ഇന്ന് ക്ലാസ്സില്ല, സ്റ്റഡി ലീവാണ്. അപ്പോൾ ആൾക്ക് നാളെ തൊട്ട് എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. ഡിസംബർ മാസം തുറന്ന് പെട്ടെന്ന് തന്നെ വന്നു, അതുപോലെ തന്നെ പെട്ടെന്ന് പോവുകയും ചെയ്യും. അതാണ് ഡിസംബർ മാസത്തിൻ്റെ ഒരു പ്രത്യേകത. ഇന്നിപ്പോൾ ദിവസങ്ങൾ പോകുന്നത് നമ്മൾ അറിയുന്നില്ല. പിന്നെ ഈ എക്സാമും കൂടെ വരുമ്പോഴേക്കും 22-ാം തീയതി വരെ വീട്ടിൽ ഇരിക്കുന്ന നമ്മുടെ അവസ്ഥ അത്രയും ഭയാനകമാണ്. പെട്ടെന്ന് തന്നെ തീർന്നു പോകുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എക്സാമിൻ്റെ പഠിപ്പീരും ഇടയിലൂടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ വിശേഷങ്ങളും അതുപോലെ തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ടൈമൊക്കെ ഏകദേശം മിക്ക വരാനുള്ള സമയമായി. വേഗം തന്നെ മീൻ വറുക്കാം, പിന്നെ ഒരു തോരനും കൂടെ വെക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുറച്ച് നേരം പാച്ചുമായിട്ടിരുന്ന് പോയി പഠിപ്പിച്ചെല്ലാം കഴിഞ്ഞ ശേഷം നേരെ വന്ന് അടുത്ത വേഗം മീൻ വറുക്കാൻ വേണ്ടിയിട്ട് മാറ്റുകയാണ്. ഈ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരോടും എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം, 2025 നിങ്ങൾക്ക് നല്ല ഹാപ്പി മൊമെൻറ്റ്സ് ആണോ അതോ മിക്സഡ് ആണോ അതോ സങ്കടം മാത്രമാണോ തന്നത് എന്ന് നിങ്ങൾ കമൻറ്റായിട്ടൊന്ന് അറിയിക്കണേ. ഇത് ജസ്റ്റ് നമ്മൾ അറിയാൻ അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ വേഗം തന്നെ ഒരു തോരനും കൂടെ അങ്ങ് വെച്ചു. വൈകുന്നേരം ആയപ്പോഴേക്കും നല്ല അടിപൊളി മഴയാണ് കേട്ടോ. അപ്പോൾ മഴയൊക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ ചോറെല്ലാം കഴിച്ചു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും എൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് ഇതുപോലൊരു ചാനലുണ്ടെന്ന് അറിയിച്ച് കൊടുക്കുക. അപ്പം വീണ്ടും കാണാം. ബൈ.